ഗ്രേമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാവുന്ന വളരെ ടേസ്റ്റിയായ മിക്സ്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് പ്രത്യേകമായി ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്കൊരു 2 കപ്പ് കടലമാവ് ഇതുപോലെ എടുത്ത് അരിച്ചെടുക്കണം. പതിയെ കൊട്ടിയെടുക്കുക. തട്ടി കൊടുത്താൽ മതി, അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞു പോകും. ഇത് ഇച്ചിരി അയച്ചെടുക്കുന്നതിന് ബുദ്ധിമുട്ടാണ് കടലമാവ്. അതേപോലെ ഇപ്പം തരികൾ വന്നില്ല, അതേപോലെ കിട്ടും. അത് മാറ്റിയെടുക്കുക. അതിനുശേഷം അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. അത് കഴിഞ്ഞ് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കുറേശ്ശെയായി കുഴച്ചെടുക്കുക. കട്ട കുറച്ചിട്ട് ഒന്നിച്ചൊഴിക്കരുത്. സാവധാനം കുഴച്ചെടുക്കാം. കൈ ഒട്ടിപ്പിടിക്കേണ്ടത് തോന്നുമ്പോഴേക്കും കുറച്ച് എണ്ണ തടവി ചെയ്താൽ മതി. ഇനി കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. അല്ല എണ്ണയിട്ട് ഇതിൽ 2 ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് 1 ടീസ്പൂൺ അതിൻ്റെ നീരെടുത്ത് ഇതിൽ കൂടി ചേർത്ത് കൊടുക്കണം. ഇടുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല സ്മെല്ലും കിട്ടും. ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അടുപ്പത്തൊരു പാത്രം വെച്ച് ആദ്യം നമുക്ക് കുറച്ച് വേപ്പില വറുത്തെടുക്കാം. ചെറുതീരി വേണം വറുക്കാൻ, അതിൻ്റെ ആ പച്ച കളറ് നഷ്ടപ്പെടരുത്. ഇത് പതിയെ ഇളക്കി കൊടുത്തിട്ട് വറുത്ത് പോരുക. അത് കോരിയെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് അര കപ്പ് കപ്പലണ്ടി കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞത് അതിലോട്ട് ഇട്ട് വറുക്കാം. കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നത് നല്ലതാണ്. അതും ചെറുതീയിൽ തന്നെ വറുത്തെടുക്കണം. കരിയാതെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിയാൽ മതി, മൊരിഞ്ഞിട്ടുണ്ടാന്ന് അറിയാൻ പറ്റും. അത് അധികം പഴകാത്ത കപ്പലിൻ്റെ വാങ്ങിക്കണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതും വറുത്ത് ഒരു വേറൊരു പാത്രത്തിലോട്ടെടുത്ത് ഇനി പൊട്ടുകടലയാണ്, അത് വറുത്തെടുക്കാം. അതും അര കപ്പ് തന്നെ എടുക്കുക. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എല്ലാ ഭാഗവും ഒരുപോലെ ഇട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് എന്നിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് സേവാനാഴി എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഇതിലോട്ടിടുക. അതിൽ നിറച്ചിട്ട് ഇത് ചൂടാക്കി വെച്ചിരിക്കുന്ന ആ എണ്ണയിലോട്ട്, അപ്പം നല്ല ഇതിൽ തീ കൂട്ടി വെച്ചേക്കണം. ആദ്യം ഇടുമ്പോൾ തന്നെ
എന്നിട്ട് ഒന്ന് പരത്തിയിടണം. കട്ടയായിട്ടിടരുത്, പരത്തിയിടുക. ഒരു 2-3 റൗണ്ട് പാത്രത്തിൻ്റെ അളവനുസരിച്ച് പരത്തിയിട്ടിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ടും അത് ആദ്യം വലിയ തീയിലിട്ടിട്ട് പിന്നെ ചെറിയ തീയിലോട്ടാക്കിയിട്ട് വേണം മറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി. ഒടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ പാകം എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് അത് വറുത്ത് കോരുക. ഇതുപോലെ മറ്റുള്ളതും ചെയ്യുക. ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ വറുത്ത് കോരുക. ഇനി നമുക്കിതിനെ ഭംഗി കൂട്ടാൻ വേണ്ടി ബാക്കി വന്ന മാവിൽ റെഡ് കളർ ചേർത്തിട്ട് ദോശ മാവിന് എടുക്കില്ലേ, ഇതായിട്ട് പാകത്തിലെടുത്തിട്ട് ഇതുപോലെയുള്ള അരിപ്പക്കയിൽ തുള്ളി തുള്ളിയായി വീണതിൽ ചുറ്റിച്ചു കൊടുത്തെടുക്കുക. ഇത് മിക്സറിന് ഭംഗി കിട്ടാൻ വേണ്ടിയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യണതാണ്. അത് ചെറിയ തീയിൽ തന്നെ വറുത്തെടുക്കുക. റെഡ് കളർ ആണ് നമ്മൾ ഇതിന് ചേർത്തത്. ഇനി ഏതെങ്കിലും കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഗ്രീൻ ചേർക്കാം, ഏതെങ്കിലും കളർ ചേർക്കാം. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് ആരും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഭംഗിക്ക് വേണ്ടി മാത്രം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇതിന് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് ബാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അത് പൊടിച്ച് ചേർക്കുക. ആ മാവ് ഉണ്ടാക്കി വെച്ചിരുന്ന സേവനാലി ഉണ്ടാക്കി വെച്ചിരുന്ന മാവ് അതും കൂടി പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് പാകം നോക്കിയിട്ട് എരിവ് ആവശ്യമുള്ളവർ എരിവ് കൂടുതലിടുക. കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മിക്സർ റെഡി ആയി കഴിഞ്ഞു.